ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 3 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുമ്പോൾ കാണിക്കുന്നത് ZGDX എന്ന ടീമിലെ എല്ലാവരും ടോങ്ങിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഗെയിമെല്ലാം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവരുടെ കളിയിനിടയിൽ ടോങ് അവരുടെ ടീം മെമ്പേഴ്സിനെ പോലും ശ്രദ്ധിക്കാതെ കളിച്ച് ടീം മെമ്പേഴ്സിനെ പോലും കൊല്ലുന്നുണ്ട്. അങ്ങനെ ആ കളിയിൽ അവരുടെ ടീം തോൽക്കുന്നെല്ലാം ഉണ്ട്. അവസാനം അതിൽ ടോങ് ജയിക്കുന്നത് കാണുന്ന എല്ലാവരും അവളെ പൊക്കി പറയുന്നുണ്ടെങ്കിലും കെ മാത്രം പറയുന്നുണ്ട്, ഇവൾക്ക് ടീം ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയില്ല, ഇവൾ തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും കൊന്നത്, എങ്ങനെയാണോ കളിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് കെ ഒരുപാട് ടോങ്ങിനെ കുറ്റമെല്ലാം പറയുന്നുണ്ട്. ഇതിന് ശേഷം ചെങ്ങാണെങ്കിൽ നേരെ മിങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയി കെ പറഞ്ഞതിലും കാര്യമുണ്ട്. ടോങ്ങിന് എങ്ങനെയാ ഗ്രൂപ്പായി കളിക്കേണ്ടത് ഒന്നും അറിയില്ല, അവൾ കളിക്കുന്നിടയിൽ സ്വന്തം ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വരെ കൊല്ലുന്നുണ്ട് എന്നെല്ലാം ചെങ് പറയുന്നത് കേൾക്കുന്ന മിങ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവൾക്ക് ഇന്നു മുതൽ എങ്ങനെയാണ് ഗ്രൂപ്പായി ഗെയിം കളിക്കേണ്ടത് എന്നെല്ലാം ട്രെയിനിങ് കൊടുക്കാം, നീ വിഷമിക്കണ്ട എന്നെല്ലാം ചെങ്ങിനോട് മിങ് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് മുതൽ ഒരുപാട് സമയം ടോങ്ങിന് ഗ്രൂപ്പായി എങ്ങനെയാ കളിക്കേണ്ടത് എന്നെല്ലാം മിങ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരുപാട് അട്ടം ആവർത്തിക്കുന്നത് കാരണം അവൾക്ക് ഒരുപാട് ബോറടിയെല്ലാം തോന്നുന്നുണ്ട്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോയപ്പോഴാണ് ഫാറ്റി നേരെ വന്ന് വിളിക്കുന്നത്, നീ കേൻ്റെ കൂടെ ഒരു ഗ്രൂപ്പായി ഗെയിം കളിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ടോങ് ആണെങ്കിൽ നേരെ വന്ന് കേൻ്റെ കൂടെ ഗ്രൂപ്പായി ഗെയിം കളിക്കാനായി ജോയിൻ എല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം അവളുടെ എതിരായി കളിക്കാൻ വന്നത് അവളുടെ നേരത്തെയുള്ള എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള യങ് ആയിരുന്നു. യങ്ങാണെങ്കിൽ അവൻ്റെ വീട്ടിലായിരുന്നു. അവൻ നേരെ ഗെയിം കളിക്കാൻ നോക്കുന്നതും അവൻ്റെ ടീമിലുള്ളത് യങ് ആയിരുന്നു. അതേസമയം ടോങ്ങിൻ്റെ എതിരെയായി യങ്ങും ചെങ്ങും കാണുന്ന ടോങ്ങിന് ഒരുപാട് പേടി തോന്നുന്നുണ്ട്. ഫാറ്റി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ചെങ്ങിന് മെസ്സേജ് അയക്കി എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് അത് കേൾക്കുന്ന ടോങ് ആണെങ്കിൽ നേരെ ഗെയിമിലേക്ക് പോയി അവൻ മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞ്. അതാണെങ്കിൽ കാണുന്ന യങ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ അവനോടൊന്നും രക്ഷിക്കാനൊന്നും പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവൾ വീണ്ടും ചെങ്ങിനോട് വീണ്ടും ഇങ്ങനെ രക്ഷിക്കാൻ പറയുന്നത് കാണുന്ന ചെങ്ങാണെങ്കിൽ ഉടനെ തന്നെ അവളെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുന്നുണ്ട്. അവസാനം കെ പിന്നെ എങ്ങനെയും ചെങ് ഔട്ടാക്കി അവൻ ആ കളിയിൽ നിന്ന് വിജയിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേന്നാണ് കാണിക്കുന്നത്. പിറ്റേന്നാണെങ്കിൽ ഇവരുടെ ഗെയിമിനിടയിൽ അവർ രണ്ടുപേരും ചെങ്ങും ടോങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കാണുന്ന എല്ലാവരും അവർ അഫയേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇത് കാണുന്ന അമ്മയും അച്ഛനാണെങ്കിൽ നേരെ ടോങ്ങിനെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ടോങ് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയല്ലേ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഞാൻ പോലും ഇപ്പോഴാണ് അറിഞ്ഞത്, എന്നിട്ടാണോ എന്നെല്ലാം പറഞ്ഞ് ടോങ് അതിനെ ഒഴിവാക്കി വിടുന്നുണ്ട്. ടോങ് ആണെങ്കിൽ നേരെ വന്ന് ചെങ്ങിനോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, നീയും യങ്ങും തമ്മിൽ ആദ്യം എന്തായിരുന്നു ബന്ധം, എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് എന്നെല്ലാം ഒന്ന് തുറന്നു പറയാമോ എന്നെല്ലാം ചെങ് ചോദിക്കുന്നത് കേൾക്കുന്ന ടാങ് എല്ലാം തുറന്നു പറയാം എന്നെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഈ സമയം ഈ മെസ്സേജ് എല്ലാം വായിച്ച യങ്ങും ഉണ്ടായിരുന്നല്ലോ ടോങ്ങിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന പേരിൽ. അങ്ങനെ ഇവരെല്ലാവരും അത് അറിയുന്നുണ്ട്. അവരും ടോങ്ങിനോട് കഥയെല്ലാം ചോദിക്കുന്നുണ്ട്. യങ് പറയുന്നുണ്ട്, ആദ്യമെല്ലാം ഞാനും അവളും അഫയേഴ്സ് ആയിരിക്കുമ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത്, നീ എന്നെ കൂടി ഗെയിംസ് എല്ലാം പഠിപ്പിച്ചു തരുമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഗെയിംസ് എല്ലാം കളിച്ചൂടെ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അവളെ ഗെയിംസ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് CK ടീമിലേക്കായി ജോയിൻ ചെയ്യാനുള്ള കാര്യമെല്ലാം ഞാൻ പോയി നേരെ ടോങ്ങിനോട് പറയുന്നുണ്ട്. ടോങ് പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് പഠിക്കാൻ കഴിയും എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് പഠിത്തം നിർത്തുകയാണ്, എനിക്ക് ഗെയിമിങ്ങിനോടാണ് ഇൻട്രസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടുന്ന് വരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ അവൾ ഒരുപാട് കാലം എനിക്ക് മെസ്സേജ് അയച്ചു നോക്കി, പക്ഷേ ഞാനാണെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുത്തില്ല, എനിക്ക് ഒരുപാട് തിരക്കായിരുന്നു. അങ്ങനെ വീണ്ടും മെസ്സേജ് അയച്ച് അത് ഞാൻ റിപ്ലൈ തരാനായിട്ട് തുടർന്നു പോയി. അങ്ങനെ ഒരു ദിവസം അവൾ ബ്രേക്കപ്പ് എന്ന് മെസ്സേജ് എല്ലാം അയച്ച് അതേ വഴിക്ക് പോയി. ഇതെല്ലാമാണ് എൻ്റെ സ്റ്റോറി എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ടോങ്ങും അവിടെ ചെങ്ങും എല്ലാവർക്കും ഇവരുടെ സ്റ്റോറി എല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് യങ് നേരെ ടോങ്ങിന് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഈ റിലേഷൻ തുടരാൻ താല്പര്യമുണ്ട്, നമുക്കൊന്നും കൂടി റിലേഷനിലായാലോ എന്നെല്ലാം ടോങ്ങിന് യങ് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. ഈ സമയം അവർക്ക് തമ്മിലുള്ള കമൻസ് എല്ലാം വായിച്ചിരിക്കുകയായിരുന്നു ടോങ്.
അങ്ങനെ ടോങ് നേരെ ഒരു കമന്റ് ചെങ്ങിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കമന്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ടോങ്ങും ചെങ്ങും കൂടി കൈയും പിടിച്ച് ബീച്ചിലൂടെ ഓടി നടക്കുകയായിരിക്കും എന്നുള്ള കമന്റ് ആയിരുന്നു. അത് കാണുന്ന ടോങ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ നിന്റെ കൈ തൊട്ടിട്ടില്ല, എന്നിട്ടാണോ എന്നെ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നെല്ലാം പറയും. അത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ ഇപ്പോൾ എന്താ കൈ പിടിച്ചാൽ പോരെ എന്നെല്ലാം പറഞ്ഞ് അവിടെ കൈ നേരെ കയറി പിടിക്കുന്നുണ്ട്. അത് കാണുന്ന അവൾക്ക് എന്തോ പോലെ തോന്നി. അവൾ നേരെ കൈയെല്ലാം വിട്ട് അവൻ്റെ കാറ്റിനെ ഇറക്കി പിടിച്ചിരിക്കുന്നുണ്ട്. അത് കാണുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒന്ന് അവനെ വിട്ടേക്ക്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും എന്നെല്ലാം പറയുന്നുണ്ട്. കേൾക്കുന്ന ടോങ് ആണെങ്കിൽ നേരെ അവളുടെ കാറ്റിനെ എടുത്ത് പുറത്തേക്കെല്ലാം ഇടുന്നുണ്ട്. കഴിഞ്ഞായിരുന്നു അവൾ നേരെ യങ്ങിൻ്റെ മെസ്സേജ് എല്ലാം വായിച്ചു നോക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് അവൾക്ക് യാങ്ങാണ് മെസ്സേജ് അയച്ചത്. അങ്ങനെ അത് കാണാൻ വേണ്ടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ചാങ് ആണെങ്കിൽ അതൊന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെങ് നേരെ ടാങ്ങിൻ്റെ അടുത്ത് വന്ന്, ഇനി അത് ഞാൻ വായിച്ചു നോക്കട്ടെ, നമ്മൾ തമ്മിലുള്ള കമൻ്റല്ലേ, അത് ആലോചിച്ച് നീ ടെൻഷൻ ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞ് അത് വാരാൻ നോക്കുന്നതും നേരെ ടാങ് എടുത്ത് അത് ഉള്ളിലേക്കായി വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ടാങ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്ത് ഭാഗ്യം ചെയ്താ. ഇതെല്ലാം കേൾക്കുന്ന ചെങ് നേരെ അവളുടെ തലയിൽ നേരെ പിടിച്ച് പറയുന്നുണ്ട്, നീ വല്ലാതെ ഫ്യൂച്ചറിലൊന്നും കയറണ്ടട്ടോ എന്നെല്ലാം പറയുന്നു. എന്നിട്ട് ചെങ് അവിടെ നിന്ന് പോകുമ്പോൾ ടോങ് അവിടെ പൂച്ചയെ കൊഞ്ചിക്കുന്നത് നോക്കി നിന്ന് അല്പം പുഞ്ചിരിക്കുന്നെല്ലാം ഉണ്ട്. അതേസമയം യങ് ആണെങ്കിൽ നേരെ ടോങ്ങിൻ്റെ ഫ്രണ്ട് അജിയുടെ അഫയറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, അവൾ എന്നെ ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ ചെങ്ങിനായിട്ട് റിലേഷൻ ആണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 3 ഇവിടെ അവസാനിക്കുന്നത്.